ഇന്നലത്തെ വലിയ കൊട്ടും മഴയും എല്ലാത്തിനും ശേഷം ഇന്ന് നല്ല ശാന്തതയാട്ടോ. രാവിലെ എപ്പോഴാണ് മഴ തുടങ്ങണേന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ വണ്ടിയുടെയൊക്കെ അവസ്ഥ ഏകദേശം ഒരു ഇലയും ഇതൊക്കെ ആയിട്ടോ. രാത്രി മൊത്തം പേടിയായിരുന്നു ഇതിൻ്റെ മണ്ടയിൽ എന്തെങ്കിലും വീഴുമോ എന്നുള്ളതൊക്കെ കേട്ടോ. അതുപോലെ കാറ്റും മഴയായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നമ്മൾ പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാൻ. കാരണം നമുക്കിന്ന് 9 മണിക്ക് ഒരു ട്രെയിനുണ്ട്. അപ്പം അതിനൊരു 45 മിനിറ്റ്സ് മുമ്പ് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 7 മണി കഴിഞ്ഞു. നമുക്ക് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ എത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് ട്രെയിനും കയറിയാൽ, കാരണം ഇവിടുത്തെ ഒരു മൗണ്ടൻ ഉണ്ട്. മൗണ്ടൻ്റെ ടോപ്പ് വരെ കൊണ്ടുപോകുന്ന ഒരു ട്രെയിനാട്ടോ. അപ്പോൾ നമുക്കിന്ന് അതും ഒക്കെ എൻജോയ് ചെയ്യാം. അപ്പോൾ ബാ നമുക്ക് പോവാം. ഇതേ എല്ലാവരും അറിയും അശ്വനോട് പോയതാ. അതെ, എല്ലാവരും റെഡി ചെയ്തേ. അവിയാണേലും ഇവിടെ ഇറങ്ങി നല്ല സെറ്റപ്പായി നിൽപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ, എന്താ പറയുക, ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇന്നും മഴയൊക്കെ കാണിക്കുന്നുണ്ട്. എപ്പോൾ തുടങ്ങുമെന്ന് ഒരു പിടിയില്ല. അപ്പം എന്തേ ഞങ്ങൾ ഇറങ്ങട്ടെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ പോവാം. ഇന്നലെ നമ്മൾ പോയ റൂട്ട് തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പോകുന്ന റൂട്ടും. അതുകൊണ്ട് തന്നെ ഇന്നലെ കാണാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇന്ന് നിർത്തി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ ഇവിടെ നിർത്തിയത്. ഒരുപാട് സമയമൊന്നുമില്ല നമ്മുടെ കയ്യിൽ. എങ്കിലും ഇതൊക്കെ കണ്ടിട്ട് കാണാതെ പോകാൻ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നും തിരിച്ചു വരുമ്പം എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ല. മഴയാണെങ്കിൽ പിന്നെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് റോഡിൽ നിന്ന് നല്ല അടിപൊളി ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ടു കേട്ടോ. പിന്നെ രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. ആ തണുത്ത കാറ്റും മലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആഹാ എന്താ രസം. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് നിങ്ങൾ വീഡിയോയിൽ കൂടിയാണല്ലോ കാണുന്നത്. അവിടെ പോയി നിന്നൊരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര രസം കേട്ടോ. ഈ മൗണ്ടൻസ് ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങോട്ട് വരാൻ ഒരു നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ ട്രെക്കിംഗ് ഇഷ്ടമുള്ളവർക്കും ഇവിടെ ഫുൾ ട്രെക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളാട്ടോ ഉള്ളത്. കൂടുതലും ഇങ്ങനെ എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ട് പോവുക, ഈ ഇങ്ങനെ സ്ഥലങ്ങൾ കാണുന്നേക്കാളും കൂടുതൽ ഇവിടെ ട്രെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആട്ടോ ഉള്ളത്. അങ്ങനെ ഞാനും അച്ചീഷേട്ടനും അവിയും എല്ലാം കൂടെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ടൈം പാസ്സൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. കാരണം ഒരുപാട് സമയം നമുക്ക് ഈ പറഞ്ഞ കണക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഇതിലെ കാര്യങ്ങളൊക്കെ കണ്ടു കിടന്നു. അങ്ങനെ റെയിൽവേയുടെ ഇവിടെ വന്ന് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കും കേട്ടോ. നമുക്ക് പോയി ടിക്കറ്റൊക്കെ കളക്ട് ചെയ്യണം. നമ്മൾ ഏകദേശം ഒരു 45 മിനിറ്റ്സ് നേരത്തെ വരെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി പോയി ടിക്കറ്റൊക്കെ കളക്ട് ചെയ്യാം. എവിടുന്നാ ട്രെയിൻ അറിയത്തില്ല. അങ്ങോട്ട് പോയ ചേട്ടാ അവിടെയാന്ന് തോന്നുന്നു. അങ്ങനെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അജയ് ചേട്ടനും അവയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ പോയി. നമ്മൾ കുറച്ച് സൈറ്റ് സീനിങ്ങിന് വേണ്ടി ഇറങ്ങിയ കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് അജയ് ചേട്ടനും അവയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ പോയി. ഞാൻ പെട്ടെന്ന് പോയി ടിക്കറ്റ് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് ഏകദേശം പൈസ ആയത് 112 പൗണ്ടായിരുന്നു കേട്ടോ 3 പേർക്കും കൂടെ. അതായത് അപ്പ് ആൻഡ് ഡൗൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലേക്കുള്ളത് തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് മാത്രമായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അവിനെയും കൊണ്ട് മുകളിൽ കയറലും ഇറങ്ങലും ഒക്കെ പാടായതുകൊണ്ട് നമ്മൾ 2 വേയിലേക്കുള്ളതും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഏർലി മോർണിംഗ് ആയിട്ടുള്ള 9 o'clock ഇതായിരുന്നു കേട്ടോ. അതായത് ഫസ്റ്റ് ട്രെയിനാണ് ഇവിടുത്തെ. അതായിരുന്നു നമുക്ക് അന്നേരം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നല്ലോ ടിക്കറ്റ്.
കറക്റ്റ് 9 മണിയാകുമ്പോൾ ട്രെയിൻ ഇവിടുന്ന് എടുക്കും. അപ്പോൾ ഒരു 8:30 ആയപ്പോഴത്തേക്കും അവർ എന്താ പറയുക ആൾക്കാരെ കയറ്റാൻ തുടങ്ങി കേട്ടോ. സീറ്റും നമ്പറും എല്ലാം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചായിരുന്നു കേട്ടോ ആൾക്കാർ ട്രെയിനിൽ കയറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക തിക്കും തിരക്കൊന്നും ഉണ്ടല്ലോ, നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരിക്കുക എന്നുള്ളൊരു സെറ്റപ്പൊന്നുമില്ല. അത് കമ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി. ഏകദേശം ട്രെയിൻ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ട്രെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ സൈഡിൽ കാണുന്നത് സ്റ്റീം എൻജിൻ വെച്ചിട്ടുള്ള ട്രെയിനാട്ടോ. ഇവിടെ ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് കുറേ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റീം എൻജിൻ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുക, അത് പണ്ടത്തെ ഒരു ട്രെയിനാണല്ലോ. ഇപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, അത് നല്ല രസമായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ കയറാനായിട്ട്. പിന്നെ നമ്മൾ പോകുന്ന ഓരോ സമയത്തും നമ്മുടെ എന്താ പറയുക ഡ്രൈവർ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്ത് എന്താ നടക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ട്, അതായത് പോകുന്ന വഴിക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പുതിയ വാട്ടർഫോള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുവാണെങ്കിൽ പുള്ളി അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. എത്ര ഡീപ്പാണ് ആ വാട്ടർഫോള്, അങ്ങനെയുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ പോകുന്നത്. പിന്നെ എന്താ പറയുക, ഇവിടെ കുറേ ഉള്ളത് ഷീപ്പ്. ഞാൻ പറഞ്ഞല്ലോ വെയിൽസിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഷീപ്പ്, കൗവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. ഇഷ്ടം പോലെയാണ്. ഈ ട്രെയിനിൻ്റെ മുമ്പിലും ചില സമയത്ത് എന്താ പറയുക ഈ ഷീപ്പും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കും. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ഇതിനെക്കുറിച്ചും ഒക്കെ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ ട്രാവലൊക്കെ ചെയ്ത് തുടങ്ങി. മുകളിലേക്ക് കയറുന്നത് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ മുകളിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കറക്റ്റ് ഒരു പകുതിയൊക്കെ എത്തിയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു കോടമഞ്ഞ് കയറിയ സ്ഥലത്ത് പോലെയായിരുന്നു കേട്ടോ. പുള്ളി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മല അതാണ് ഇതാണ്, ഇതൊരു ചെറിയ ടൗൺ ആണ്, ഇങ്ങോട്ട് ഇലക്ട്രിസിറ്റി ഇല്ല, ഇതൊക്കെ പറയാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു ഈ ഫോഗ് കാരണം. ഇത് കണ്ടോ, ഒരു ട്രെയിൻ, അതായത് നമ്മുടെ മുമ്പ് പോയ അതെന്തോ സാധനങ്ങൾ കൊണ്ട് പോയ ട്രെയിനായിരുന്നു തോന്നുന്നു. കാരണം പാസഞ്ചറിനെ കൊണ്ട് പോകുന്ന ഫസ്റ്റ് ട്രെയിൻ നമ്മുടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ട്രെയിൻ തിരിച്ചു വരുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടി സ്റ്റേഷൻസ് ഉണ്ട് മുകളിലേക്ക് പോകുന്നിടത്ത്. അപ്പോൾ ഇങ്ങനെ ഓരോയിടത്ത് നമ്മളിങ്ങനെ പിടിച്ചിടും അവിടെ നിന്ന് എന്തെങ്കിലും ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ. കാരണം ഒരൊറ്റ റെയിൽവേ ട്രാക്കേ ഉള്ളൂ കേട്ടോ ഇവിടെ കയറി പോകുന്നിടത്ത്. ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ചിലയിടത്ത് മാത്രം ഇങ്ങനെ ഒരു ചെറിയ സ്റ്റേഷൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടങ്ങളിൽ മാത്രമാണ് നമുക്ക് 2 സ്റ്റേഷൻ ഇല്ലെങ്കിൽ ഒരു 2 ട്രാക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമാണ് നമുക്ക് 2 ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക ഇങ്ങനെ പാസ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ സബ്മിറ്റിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടോ. മുകളിലെത്തി കഴിഞ്ഞിട്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കോടയും മഴയും എല്ലാം കൂടി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ആ ടോപ്പിൽ കാണുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പീക്ക് ഏരിയ എന്ന് പറയുന്നത്. അവിടം വരെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മഴയായതായിരുന്നു കാരണം താഴത്തേക്ക് എന്താ അവസ്ഥ എന്നുള്ള അറിയത്തില്ല. അവിനെയും കൊണ്ട് പോകാൻ നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അത്രയ്ക്ക് റിസ്ക് എടുത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടം വരെ കയറി കുറച്ച് വീഡിയോയും കാര്യങ്ങളും എടുത്ത് നേരെ പോകുന്നു താഴത്തേക്ക്. നമ്മുടെ വണ്ടി അന്നേരത്തേക്ക് പോരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 15-20 മിനിറ്റ്സാണ് മുകളിലെത്തി കഴിഞ്ഞിട്ട് സമയം കിട്ടത്തുള്ളൂ. പിന്നെ അവിടെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഷോപ്പ് പോലെ തന്നെ നമുക്ക് മുകളിലും ഉണ്ട്. അവിടെ നിന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാം. പക്ഷെ നമ്മൾ ഒരു എന്താ പറയുക നല്ല തണുപ്പായതുകൊണ്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് മുകളിൽ കുറച്ച് നേരം ഇരുന്നേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ 20 മിനിറ്റ്സേ കിട്ടത്തുള്ളൂ. നമുക്ക് ഒരുപാട് സമയമൊന്നും നമുക്ക് മുകളിൽ പോകാൻ വേണ്ടി കിട്ടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മഴയായതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു എന്താ പറയുക കോട കയറി നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഈ ഒരു സെറ്റപ്പിലൊക്കെ ഇരിക്കും കേട്ടോ. മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു സമ്മർ ടൈമിൽ ഒക്കെ പോവുകയാണെങ്കിൽ. പിന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഈ എന്താ പറയുക ഇവരിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഈ റെയിൽവേ ഒക്കെ കൺസ്ട്രക്ട് ചെയ്തതിനെക്കുറിച്ചും ഹിസ്റ്ററിയും കാര്യങ്ങളും, ആരാണിത് ഇനിഷ്യേറ്റ് ചെയ്ത്, അതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചേരം അവിടെ നിന്നൊക്കെ വായിച്ചൊക്കെ നോക്കി. പിന്നെ എനിക്കങ്ങ് ബോറാവാൻ തുടങ്ങി. കാരണം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ അറിയാനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ആരാ ഉണ്ടാക്കിയെന്നൊക്കെ വരുന്നൊരു സിറ്റുവേഷൻ വരുമല്ലോ, അതൊന്നും കാണാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ചരിത്രവും കാര്യങ്ങളൊക്കെ വായിച്ചത് അകത്തേക്ക് കയറിയപ്പോഴാണ് ഈ ഒരു പാവേനെ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടും തോന്നി. അതുകൊണ്ട് ഞാൻ അത് ഒരെണ്ണം എടുത്ത് കൈ പിടിച്ചു കേട്ടോ. വാങ്ങിച്ചു തരുവാണെങ്കിൽ മേടിക്കാമെന്നുള്ള രീതിയിൽ. പിന്നെ ഈ ഇരിക്കണേക്കൽ നമ്മുടെ ക്യാൻഡിൽസും കാര്യങ്ങളൊക്കെ ആട്ടോ. വുഡിൻ്റെ അകത്ത് ക്യാൻഡിൽ നിറച്ചിട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. ഇനി അങ്ങോട്ട് മൊത്തം ഷോപ്പിങ്ങിനുള്ള ഏരിയ. കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് പൈസ പോകണേന്ന് അറിയത്തില്ല. അങ്ങനെ എൻ്റെ കുട്ടിയാണെങ്കിൽ വന്നപ്പോൾ മുതൽ ഇവിടെ ടോയ് ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ പ്രാവശ്യം ട്രിപ്പിന് പോകുമ്പോൾ ഞാൻ 1-2 എടുത്ത് ബാഗിൽ വെക്കുന്നത്. ഈ പ്രാവശ്യം എന്തോ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഇന്നലെ തൊട്ട് തുടങ്ങിയതായിരുന്നു ടോയ് വാങ്ങണമെന്ന്. അങ്ങനെ അവസാനം ഒരു റെഡ് കാറും അതിൻ്റെ കൂടെ ഒരു കാരവാനും ഉള്ള ഒരു ടോയ് മേടിച്ചിട്ടുണ്ട്. എവിടെ പോയാലും എൻ്റെ കുട്ടിക്ക് റെഡ് കാറ് അല്ലെങ്കിൽ നമ്മുടെ ഫയർ എഞ്ചിൻ, ഈ 2 സാധനം മാത്രമേ കയ്യിൽ കിട്ടത്തുള്ളൂ.
എങ്ങനെ പോയാലും. അങ്ങനെ അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെയും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങിക്കാൻ വേണ്ടി. ഷോ പീസസ് ആയിട്ടും അതുപോലെ തന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്, അതുപോലെ എന്താ പറയുക കീ ചെയിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്ത്. അതായത് ഈ സ്ഥലത്ത് എന്തൊക്കെയാണോ സ്പെഷ്യലായിട്ടുള്ളത് അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഷോ പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കങ്ങനെ വെക്കാനൊട്ട് ഒത്തിരി സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം ഒരുപാടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം കണ്ടത്. ഇത് നമ്മുടെ ലിക്വർ ഐറ്റംസ് കേട്ടോ. അതായത് വിസ്കി, വോഡ്ക, ബ്രാൻഡി അങ്ങനെയുള്ള ഐറ്റംസ്. അതും ഇതിൻ്റെ ചെറിയ ബോട്ടിലോട്ട് വലിയ ബോട്ടിൽ വരെ ഇവിടെ കിട്ടും കേട്ടോ. ഇതെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നതാണ്, ഷോ പീസസും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അതായത് എല്ലാ ബ്രാൻഡിൻ്റെയും ഒരു ചെറിയ, അതായത് രണ്ടാൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ചെറിയ ബോട്ടിലും കാണും, വലിയ ബോട്ടിൽസും കാണും കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് കുറച്ച് ഞങ്ങൾക്ക് മേടിക്കേണ്ട സാധനങ്ങളും എല്ലാം മേടിച്ച് ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് ലേക്ക് റെയിൽവേ എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു കേട്ടോ. ഇവിടെ ഒരു റെയിൽവേ തന്നെയാണ്. നമുക്ക് ആദ്യം പോയി ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കാം. കാരണം ഇത് നമ്മൾ പ്രീ ബുക്കായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഇനി പോയി അന്വേഷിച്ചിട്ട് ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ എടുക്കാം. അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി. നമുക്ക് 12:15 എങ്ങാണ്ടായിരുന്നു കേട്ടോ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വന്ന് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് ഇത് ഇങ്ങനെ എന്താ പറയുക ഈ സ്റ്റീം എൻജിൻ വെച്ചിട്ടുള്ള ട്രെയിനാട്ടോ. നല്ല രസമില്ല ഇതിൻ്റെ പുക പോകുന്നത് കാണാനായിട്ട്. ഇത് പ്രകൃതിക്ക് അത്ര നല്ലതല്ല എങ്കിലും നമുക്കൊരു പണ്ടത്തെ ആ ട്രെയിൻ കാണുമ്പോൾ ഉള്ള ഒരു ക്രേസ് ഉണ്ടല്ലോ, അത് നല്ല രസം. അതായത് ഇത് വണ്ടിക്കകത്ത് ഇരുന്നിട്ട് പോകുമ്പം ഇതിൻ്റെ പുക കാണാൻ നല്ല രസമാണല്ലോ. അങ്ങനെ നമ്മുടെ വണ്ടി എത്തിയിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഇനി കയറാം. ഇതിൻ്റെ അകത്ത് ക്യാബിനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എവിടെ വേണേലും കയറിയിരിക്കാം. ഇത് കണ്ടില്ലേ നല്ല രസമല്ലേ ഇങ്ങനെ ഈ പുക പോണ കാണാൻ വേണ്ടി. ഇത് കാണാനാണ് കൂടുതലും ഈ സ്റ്റീം എഞ്ചിൻ്റെ അകത്ത് കയറുന്നത്. ഞാൻ കൂടുതൽ ഇതിന് വേണ്ടിയാട്ടോ കയറുന്നത്. പിന്നെ ഈ പോകുന്ന വഴിക്ക് മൊത്തം ലേക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഈ എന്താ പറയുക ലേക്ക് റെയിൽവേ എന്ന് തന്നെയാണല്ലോ പറയണത്. ഒരു ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന മൊത്തം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ മഴയും അതുപോലെ തന്നെ ലേക്കും കുന്നും മലയും എല്ലാം കൂടെ ഒരു കാണാൻ കണ്ണിന് ഭയങ്കര കുളിർമയുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്താ പറയുക ഒരുപാട് നാളത്തിന് ശേഷം ഈ പ്രകൃതിയിലൊക്കെ വന്ന് ഒക്കെ ഒരു ചെറിയൊരു സ്ഥലത്ത്, ഒരു സിറ്റിയിൽ നിന്ന് മാറി പെട്ടെന്ന് ഒരു ചെറിയ സ്ഥലത്ത് എത്തിയ പോലെ ഒരു ഫീലിങ്സ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പിന്നെ നമുക്ക് ഹയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ഈ കാര്യമൊന്നും അറിയത്തില്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ അവിനെയും കൊണ്ട് പോകുന്ന എത്ര സേഫ്റ്റി ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ എനിക്ക് ചേട്ടനും അറിയത്തില്ല അത് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ എന്താ പറയുക പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴ. ഈ 3 കാര്യം കൊണ്ട് ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാൻ പോയില്ല. നമ്മളിങ്ങനെ കാണാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഇതൊരു വല്ലാത്ത സീനായിരുന്നു കേട്ടോ എനിക്ക് തോന്നി. അതായത് നല്ല വെള്ളം, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് മലയും കുന്നും, തൊട്ട് മുകളിൽ ആകാശവും കൂടെ. ആഹാ എന്താ രസം. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെയും കൂടെ ഒന്നും കൂടെ പോയി ഇതൊക്കെ ഒന്ന് കാണണമെന്നും ഒക്കെ ഉള്ളൊരു എന്താ പറയുക പിന്നെയും പോകാൻ തോന്നുന്ന ഒരു വല്ലാത്ത ഫീലായിരുന്നു വെയിൽസിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും എനിക്ക് അവിടെ ഒന്നും കൂടെ പോകാൻ ഒത്തിരി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുവാണെങ്കിൽ ഞാൻ പോവുകയും ചെയ്യും കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത്. അങ്ങനെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ട്രെയിൻ നിന്നത്. അപ്പോഴാണ് മനസ്സിലായത് ട്രെയിനിൻ്റെ ട്രാവൽ ഇവിടെ അവസാനിച്ചു, ഇനി നമ്മൾ തിരിച്ചു പോകുക എന്നുള്ളത്. അപ്പോഴാട്ടോ നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച ഉണ്ടത്. ഈ ട്രെയിനിൻ്റെ എൻജിനെ ഇനി മുമ്പിൽ കൊണ്ടുപോയി ഘടിപ്പിച്ച്, അതായത് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളിനി ട്രാവൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി പോകുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചില 2-3 സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 ഇടത്തൊക്കെ നമ്മൾ ഇറക്കി കേട്ടോ, സ്ഥലങ്ങൾ കാണാനും വേണ്ടിയൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരം അതിലേക്ക് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ മുകളിലേക്ക് കയറി പോകുന്നു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങാനൊന്നും പറ്റത്തുണ്ടായിരുന്നില്ല. ഒറ്റ സ്ട്രെച്ചിന് പോകുമായിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെ ഏതെങ്കിലും ട്രെയിനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും സ്റ്റേഷനിൽ നമ്മൾ ഒതുക്കിയിടും, മറ്റേ ട്രെയിൻ പോയി കഴിയുമ്പോൾ നമ്മൾ പോകുമായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴായിരുന്നു അവരിങ്ങനെ ഓരോ സ്റ്റേഷനിൽ നിർത്തി നമുക്ക് കാര്യങ്ങളൊക്കെ കാണാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി തന്ന കേട്ടോ.
2-3 സ്റ്റേഷനിൽ ഇവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരമൊക്കെ മുകളിലേക്കൊക്കെ കയറി പോവുകയൊക്കെ ചെയ്യാം. 5-10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ പോയി ട്രെയിനിൽ കയറി. ഇവർ അച്ഛനും മോനും കൂടെ പോയി എൻജിൻ്റെ കാര്യങ്ങളൊക്കെ ഗവേഷണം നടത്തുമായിരുന്നു. ഇവർക്ക് കൂടുതലും ഇഷ്ടം ഈ എൻജിൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്നും അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നും അച്ഛനും അതെ മോനും അതെ കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. അവരതിൻ്റെ ഇടയ്ക്ക് പോയി ഈ എൻജിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നോ എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കുമായിരുന്നു. വന്നിട്ട് കുറേ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ കുറച്ചു നേരം പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വേറൊരു സ്റ്റേഷനിൽ നിർത്തിയത്. ഇവിടെ നിർത്താൻ മെയിൻ കാരണം നമ്മുടെ ട്രെയിനിൻ്റെ അകത്ത്, അതായത് എൻജിൻ്റെ അകത്ത് ചാർക്കോളൊക്കെ നിറയ്ക്കാൻ വേണ്ടിയാട്ടോ. ഇനി അടുത്ത ട്രിപ്പ് ഇത് ഉടനെ ചെന്നിട്ട് പോവുകയാണല്ലോ, അതിന് വേണ്ടിയുള്ള. അങ്ങനെ ട്രെയിൻ ജേർണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് എന്നല്ല, ഇങ്ങനെ ആൾക്കാരൊക്കെ കുറച്ച് ഇറങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു. കുറേ നേരം നിന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പക്ഷെ ഒരുപാട് നേരമൊന്നും നമുക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അന്നേരത്തേക്ക് മഴ പെയ്തു. അങ്ങനെ പെട്ടെന്ന് വണ്ടിയിൽ കയറി ഞങ്ങൾ തിരിച്ചു പോരുക ചെയ്തേ. ഇനി പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കണം. സമയം ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിശന്ന് നന്നായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അത് കഴിഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. പെട്ടെന്നൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ കയറാം. അങ്ങനെ വരുന്ന വഴിക്കാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, അടുത്ത് കണ്ടൊരു പാർക്കിങ്ങിൽ കയറ്റി വണ്ടിയും പാർക്ക് ചെയ്ത് നേരെ കയറി ഫുഡ് അടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ സമയം ഏകദേശം 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു. 3 പേർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് കേട്ടോ. ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റം, ഒരു പിസ്സ, പിന്നെ അവയ്ക്കും വേറെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, അത് കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ വന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വെളിയിലേക്ക് ഇറങ്ങി. മഴയുടെ വലിയൊരു സമ്മർദ്ദം കാരണം ഞങ്ങൾ കുടയൊക്കെ വാങ്ങിച്ചു കേട്ടോ. കാരണം ഇവിടെ കുടയില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ 2 ജാക്കറ്റേ ഉള്ളൂ. ഇന്ന് ഞാൻ ഇടുന്ന ജാക്കറ്റ് തന്നെ അജയ് ചേട്ടൻ്റെ. ഇനി ഇതും കൂടെ നിറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാളെ ഇടാൻ വേറെ ഒന്നുമില്ല. കാരണം ഇന്നലെ മഴയത്ത് നനന്ന് ഒരു ജാക്കറ്റുകളെല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഒരു കുടയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ നടക്കുന്ന വഴിക്കാണ് ഒരു ഐസ്ക്രീം കട കണ്ടത്. ഐസ്ക്രീം കട കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനും അവയും വിടത്തില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഫേവറേറ്റാണ് ഐസ്ക്രീം എന്ന് പറയുന്നത്. അജയ് ചേട്ടൻ അങ്ങനെ ഐസ്ക്രീം ഒന്നും കഴിക്കാറില്ല. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കാറേ ഉള്ളൂ കേട്ടോ അജയ് ചേട്ടൻ കൂടുതലും. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. പോരുന്ന വഴിക്ക് പുള്ളി നന്നായിട്ട് കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ വണ്ടിയിൽ. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഡബിൾ എനർജി ആയിട്ടായിരുന്നു എഴുന്നേറ്റിട്ടുണ്ടായത്. പിന്നെ ഇന്ന് വാങ്ങിച്ച ടോയും ഒക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ അവനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം അവിടെ ഇരുന്നു. അജേഷന് അപ്പുറം നിന്ന് എന്തൊക്കെയോ ഗെയിം കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെയും അവിടെ ഒരു ടൈം പാസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡും കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങുകട്ടോ ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും ബായ്.